അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1292, സൂറത്തുൽ തൗബ 48 മുതൽ 52 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ഇബ്തഗബുൽ ഫിത്നത മിൻ ഖബ്ലു വഖല്ലബൂ ലക്കൽ ഉമൂറ ഹത്താ ജാഅൽ ഹഖ് വളഹറ അംറുല്ലാഹി വഹും കാരിഹൂൻ. ومنهم من يقول أذن لي ولا تفتني ألا في الفتنة سقطوا وإن جهنم لمحيطة بالكافرين إن تصبك حسنة تسؤهم وإن تصبك مصيبة يقولوا قد أخذنا أمرنا من قبل ويتولوا وهم فرحون قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل هل تربصون بنا إلا إحدى الحسنين ونحن نتربص بكم أن يصيبكم الله بعذاب من عنده أو بأيدينا فتربصوا إنا معكم متربصون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد لقد ابتغوا الفتنة من قبل. നേരത്തെ തന്നെ അവർ കുഴപ്പം ആഗ്രഹിച്ചിരുന്നു നബിയെ. വഖല്ലബൂ ലക്കൽ ഉമൂർ. തങ്ങൾക്കെതിരെ കാര്യങ്ങൾ അവർ തിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഹത്താ ജാഅൽ ഹഖ്. സത്യം വരികയും വളഹറ അംറുല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകടമാവുകയും ചെയ്യുന്നത് വരെ. വഹും കാരിഹൂൻ. അവർ വെറുക്കുന്നവരായ നിലക്ക് തന്നെ അത് പ്രകടമാകുന്നത് വരെയും അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും തങ്ങൾക്കെതിരിൽ കാര്യങ്ങൾ തിരിച്ചുവിടാനും ശ്രമിച്ചിരുന്നു. വമിൻഹും. ആ കപടന്മാരുടെ കൂട്ടത്തിലുണ്ട് മൻ ചിലർ. യഖൂലു. അവർ പറയും, എഴുതല്ലി, എനിക്ക് യുദ്ധത്തിൽ വരാതിരിക്കാൻ സമ്മതം തരണം, വലാ തഫ്തിന്നി, എന്നെ കുഴപ്പത്തിലാക്കരുത് എന്ന്. അലാ, അറിയണം, ഫിൽ ഫിത്നതി സഖത്തു, അവർ ഓൾറെഡി കുഴപ്പത്തിൽ വീണുപോയിരിക്കുന്നു എന്ന്. വഇന്ന ജഹന്നമ ലമുഹീതത്തുൻ ബിൽ കാഫിരീൻ. നിശ്ചയം ജഹന്നം എന്ന നരകം സത്യനിഷേധികളെ വലയം ചെയ്തിരിക്കുകയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധ്യമല്ല എന്നർത്ഥം. ഇൻ തുസിബക ഹസനത്തുൻ തസുഉഹും. തങ്ങൾക്ക് വല്ല നന്മയും വന്നാൽ അതവരെ വേദനിപ്പിക്കും, ഈ കപടന്മാരെ. വൈൻ തുസിബുക മുസീബത്തുൻ. തങ്ങൾക്ക് വല്ല പ്രതിസന്ധി പ്രയാസങ്ങളും വന്നാലോ യഖൂലു. അവർ പറയും, ഖദ് അഖദ്ന അംറനാ മിൻ ഖബൽ. ഞങ്ങളെ കാര്യം നേരത്തെ തന്നെ ഞങ്ങൾ സ്വീകരിച്ചിരുന്നു, അതായത് ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ട ഞങ്ങൾ ചെയ്തിരുന്നു എന്ന്. വയതവല്ലോർ. പിന്തിരിയുകയും ചെയ്യും. വഹും ഫരിഹൂൻ. സന്തോഷിക്കുന്നവരായി നിലക്ക്. ഖുൽ നബിയെ, അങ്ങ് പറയൂ, ലൻ യുസീബന, ഞങ്ങളെ ബാധിക്കുന്നതല്ല, ഇല്ലാമാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് നിശ്ചയിച്ചതല്ലാതെ, ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ സംരക്ഷകൻ. വഅലല്ലാഹി ഫല്യതവക്കൽ മുഅ്മിനൂൻ. അല്ലാഹുവിന്റെ മേലിൽ മാത്രം സത്യവിശ്വാസികൾ ബരമേൽപ്പിക്കട്ടെ. ഖുൽ നബിയെ, തങ്ങൾ പറയൂ, ഹൽ തറബ്ബസൂന ബിനാ ഇല്ലാ ഇഹ്ദൽ ഹുസ്നൈൻ. രണ്ടാലൊരു നന്മയല്ലാതെ ഞങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ എന്ന് ചോദിക്കുക അവരോട്. വനഹനു നതറബ്ബസു ബിക്കും. എന്നാൽ കപടന്മാരായ നിങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അയ്യുസീബക്കുമുല്ലാഹു ബിഅദാബിൻ മിൻ ഇൻദിഹി, അല്ലാഹു അവന്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു ശിക്ഷ നിങ്ങൾക്ക് എത്തിച്ചു തരലിനെയാണ്. ഔ ബിഅയ്ദീനാലെ, ഞങ്ങളുടെ കയ്യിലൂടെ അല്ലാഹു ഒരു ശിക്ഷ നിങ്ങൾക്ക് തരലിനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഫതറബ്ബസു, നിങ്ങൾ അത് പ്രതീക്ഷിക്കുക. ഇന്നാ മഅക്കും മുതറബ്ബിസൂൻ, നിങ്ങളോടൊപ്പം ഞങ്ങളും അത് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിൽ തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാനുള്ള സന്ദർഭത്തിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ നിലപാടുകളെയായിരുന്നുവല്ലോ പിന്നെ വിശുദ്ധ ഖുർആൻ ഇവിടെ എടുത്തു കാട്ടുകയും അതേപോലെ തന്നെ പുറപ്പെടാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനയുകയും ചെയ്ത ആൾക്കാർ, അവരെക്കുറിച്ചായിരുന്നല്ലോ സൂചിപ്പിച്ചിരുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ അള്ളാഹു അവസാനം പറഞ്ഞു വെച്ചാണ് 47-ാമത്തെ ആയത്തിൽ, എന്ത്, ലൗ ഖറജൂ ഫീക്കും മാസാദൂക്കും ഇല്ലാ ഖബാല. അവരിങ്ങളെ കൂടെ പോന്നാൽ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് ശല്യം ഉണ്ടാവുള്ളൂ, അവരില്ലാണ്ടൊക്കെ തന്നെ നല്ലത്. ഒരു നല്ല ലക്ഷ്യത്തിനു വേണ്ടിയുള്ള യാത്രയിൽ മനസ്സ് ശരിയില്ലാത്ത ആൾക്കാരെ കൂടെ കൂട്ടിയാൽ അവരേതു സമയത്തും അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
അതുകൊണ്ട് കുറെ ആൾക്കൂട്ടമല്ല, മറിച്ച് ഉള്ള കൂട്ടത്തിന് ക്വാളിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് വാസ്തവത്തിൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ ഏറ്റവും നല്ലത് എന്നൊരു ഗുണപാഠവും കൂടെ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നല്ല ലക്ഷ്യത്തിനു വേണ്ടി എല്ലാ ഹലാക്കുകളെയും കൂടെ കൂട്ടിയിട്ട് ചിലപ്പോ ചില ശ്രമങ്ങളൊക്കെ നടത്തിയാൽ ആ ശ്രമങ്ങളിൽ പടച്ചോന്റെ സഹായം ഉണ്ടാവണം എന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ പിന്നെ റോമക്കാരുമായിട്ടുള്ള പോരാട്ടത്തിന് മുസ്ലിമീങ്ങൾ പോവാൻ അവർ വലിയ സൈനിക ശക്തിയാണ്. അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു ശക്തിക്കെതിരെ പോരാടാൻ പോകുമ്പോ എല്ലാ അണ്ടനെയും അടകോടനെയും കൂടെ കൂട്ടണം എന്നൊരു നിലപാട് വേണ്ട. അതാ അള്ളാഹു തആല പറഞ്ഞത്. എത്ര വ്യക്തമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബിയെ അവരിങ്ങളൊപ്പം പോരണ്ട. കാരണം എന്താ, അവർ മനസ്സ് ശരിയില്ലാത്തവരാണ്, ആ ഒരു വിശ്വാസം ശരിയില്ലാത്തവരാണ്. ആ വിശ്വാസം ശരിയില്ലാത്ത ആൾക്കാർ നിങ്ങളൊപ്പം വന്നാലും അവരിങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ സഹാബത്തിന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ അസ്വസ്ഥതകൾ പടർത്താനും അവർ ശ്രമിക്കും. സഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ ചിലർ ഇവരെന്തെങ്കിലും പറയുമ്പോൾ അത് ശ്രദ്ധാപൂർവ്വം കേട്ടിട്ട് അതിൽ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ള ശുദ്ധ മനസ്സുകളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവർ വരാണ്ടക്കൽ തന്നെ നല്ലത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു തആല പറഞ്ഞത്. എന്നിട്ട് അവരെ കപടന്മാരെ ഒന്നുകൂടി പൊളിച്ചെഴുതുകയാണ് അള്ളാഹു തആല. ലഖദ് തഖബുൽ ഫിത്നത മിൻ ഖബ്ലു, നേരത്തെ തന്നെ അവർ കുഴപ്പം ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ എങ്ങനെങ്കിലും കുഴപ്പത്തിലാക്കാൻ പറ്റുമെന്ന് നേരത്തെ തന്നെ, അഥവാ ഇങ്ങനെ ഒരു തബൂക്കിന്റെ സംഭവമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരതിനു വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു, അവരത് തേടിയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറഞ്ഞു. ഐ തലബു സദ്ദ അസ്ഹാബിക അനിദ്ദീനി പിന്നെ വറദ്ദഹും മിനൽ കുഫരി വതഖദീലൻ നാസി അൻക ഖബ്ല ഹാദൽ യൗം. ഈ പറഞ്ഞ ദിവസം വരുന്നതിന് മുമ്പ്, അഥവാ തബൂക്കിലേക്ക് പുറപ്പെട്ട പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ നബിയെ തങ്ങളുടെ സഹാബത്തിനെ ദീനിൽ നിന്ന് തടയാനും അവരെ അവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും ജനങ്ങളെ മുഴുവനും തങ്ങളിൽ നിന്ന് അകറ്റാനും വേണ്ട കുതന്ത്രങ്ങൾ അവർ നേരത്തെ തന്നെ മെനഞ്ഞിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന വൃത്തികെട്ട കപടന്മാരുടെ നേതാവ്, അവൻ ഉഹദ് യുദ്ധത്തിന്റെ നിർണായകമായ ഘട്ടത്തിലൊക്കെ ചെയ്തത് ഇവിടൊക്കെ ഫേലി അബ്ദുല്ലാഹി ഇബ്നു ഉബൈ യൗമ ഉഹദിൻ ഹൈനൻ സറഫ അൻക ബി അസ്ഹാബിഹി. ഉഹദിന്റെ സംഭവം തങ്ങൾക്കറിയാമല്ലോ. ആ ഹിജ്റയുടെ 3-ാം കൊല്ലം ശവ്വാലിൽ ഉഹദിലേക്ക് 1000 ആളുകളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന സമയത്ത് ഇവനൊന്നും പറഞ്ഞില്ല, മറിച്ച് വഴിയിലെത്തി ശൗത്ത് എന്ന സ്ഥലത്തെത്തിയപ്പോ ഈ കപടന്മാരുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ പറഞ്ഞു, അവന്റെ ആളുകളെ കൂട്ടിയിട്ട് അവരുടെ ഇടയിൽ ഒരു ഛിദ്രതയുണ്ടാക്കിയിട്ട് അവൻ പറഞ്ഞു, അതാൽ വിൽദാന വാസാന, മുഹമ്മദ് നബി കുട്ടികൾ പറയുന്നത് കേട്ടിട്ട് മെച്യൂരിറ്റിയുള്ള നമ്മുടെയൊക്കെ വാക്കുകൾ അവഗണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് യുദ്ധമൊന്നും ഉണ്ടാകാൻ പോകണില്ല, നമ്മൾ തിരിച്ചു പോവുകയാണ്. അത് വാസ്തവത്തിൽ അവർ മദീനത്തും തന്നെ പറഞ്ഞ് പുറപ്പെടാതിരിക്കാമായിരുന്നു. എന്നാൽ വഴിയിൽ വെച്ച് തിരിച്ചു പോകുമ്പോൾ എന്തിനാണത്? മഹാന്മാരായ സഹാബത്തിന്റെ ആത്മവീര്യം തകർക്കുക എന്ന കടുത്ത ദുരുദ്ദേശമാണ് അതിന്റെ പിന്നിലുള്ളത്, കടുത്തൊരു ചതിയാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പല സമയത്തും അവരെന്ത് ചെയ്തിട്ടുണ്ട്, തങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ആയുധം മെനയാൻ പറ്റുമോ എന്ന്, പണിയാൻ പറ്റുമോ എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട്, അവർ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുമുണ്ട്. പക്ഷെ ഒരു പദ്ധതിയും ക്ലച്ച് പിടിക്കാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നബിയെ ഈ കപടന്മാരായിട്ടുള്ള ആളുകളെ ഒറ്റ എണ്ണത്തിനെയും നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. അവർ തങ്ങളുടെ മുന്നിൽ വന്ന് ചിരിച്ചു കാണിച്ചാലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിറയെ തങ്ങളോടുള്ള പകയാണ്. ആ പക വീട്ടാൻ കിട്ടുന്ന ഒരവസരവും അവർ നഷ്ടപ്പെടുത്തുകയില്ല. അതുകൊണ്ട് ഈ ടീമിനെ കരുതലോടുകൂടെ വേണം തങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അതാണ് ഇവിടെ ലഖദ് തഖബുൽ ഫിത്നത മിൻ ഖബൽ, നേരത്തെ തന്നെ, അഥവാ ഈ തബൂക്കിന്റെ ഇഷ്യൂ വരുന്നതിന് മുമ്പ് തന്നെ അവർ കുഴപ്പം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചവരാണ്, അതിന് വഴി അന്വേഷിച്ചവരാണ്. വഖല്ലബൂലക്കല്ലുമൂർ, കാര്യങ്ങളൊക്കെ തങ്ങൾക്കെതിരെ തിരിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തവരാണവർ. ഹത്താ ജഅൽ ഹഖു, സത്യം വരുന്നതുവരെയും, വലഹറ അംറുല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകടമാവുന്നതുവരെയും വഹും കാരിഹൂൻ, അവരത് വെറുക്കുന്നവരായ നിലക്ക്. അതായത് ഇസ്ലാമിനെ തകർക്കാൻ, മുസ്ലിമീങ്ങളുടെ ആത്മവീര്യം കെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവർ ആലോചിച്ചിട്ടുണ്ട്, അവരതിനു വേണ്ട പല പണികളും എടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹു തആല ദീനിനെ ശക്തിപ്പെടുത്തുകയും ഈ മതത്തെ അല്ലാഹു തആല കൂടുതൽ പവർഫുള്ളായി നിലനിർത്തുകയുമാണ് ചെയ്തത്. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെയാണെങ്കിലും അവർ ഈ ഒരു ശൈലി, ആ ശൈലിയുടെ കൂടെ തന്നെ അവർ നടക്കുന്നുണ്ട് എന്ന് തങ്ങൾ മനസ്സിലാക്കണം എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതേപോലെ സഹാബത്തിനും മദീനത്തിൽ നബി സല്ലല്ലാഹു തങ്ങൾ വന്നപ്പോ, വാസ്തവത്തിൽ അതിന്റെ മുമ്പ് ഈ കപടന്മാരുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന് മദീനയുടെ അധികാരം മദീനക്കാര് വെച്ചു നീട്ടുമെന്ന ഒരു ചർച്ചയൊക്കെ നടന്നിരുന്നതാണ്. അപ്പോഴാണ് മുത്തുനബിന്റെ വരവ്.
റസൂലുള്ള വന്നപ്പോ എല്ലാം സഹാബത്ത് മദീനക്കാരെന്ത് ചെയ്തു? അൻസാരികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് ഈ അബ്ദുല്ലാഹ് ബിൻ ഉബൈ സലൂലിന് കിട്ടുമെന്ന് വിചാരിച്ച സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു. അവൻ ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ റസൂലിനെ കൊച്ചാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു കമന്റ് പാസാക്കാനും അവസരം കിട്ടിയാൽ ആ അവസരങ്ങളെല്ലാം അവൻ ഉപയോഗപ്പെടുത്തിയിരുന്നു. ആദ്യമൊക്കെ നബി തങ്ങളെ പരസ്യമായി എതിർത്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ റസൂലുള്ള മദീനത്ത് വന്നു. ഇസ്ലാം ഇങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ്. ഓരോ ദിവസവും ആൾക്കൂട്ടം ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ തകർക്കാനുള്ള ഒരു പദ്ധതിയും ജൂതന്മാരോടൊപ്പം കൂടിയിട്ടും ഇവർ വർക്കൌട്ടാക്കാൻ സാധിക്കുന്നില്ലാത്ത വിധം അല്ലാഹു തആല പരാജയപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിജ്റയുടെ 2-ാം കൊല്ലം ബദർ യുദ്ധം വമ്പിച്ച വിജയത്തോടുകൂടെ മുസ്ലിമീങ്ങൾ ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് അവരുടെ അഭിമാനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ അന്തസ്സിന്റെ ആ ഒരു വലിയ ഒരു അടയാളപ്പെടുത്തൽ കൃത്യമായി നടത്താൻ സാധിച്ചത്. അപ്പൊ ഇവന് മനസ്സിലായി ഈ ഇസ്ലാമിനെ എതിർത്ത് നിന്നുകൊണ്ട് പരസ്യമായി എതിർത്ത് നിന്നുകൊണ്ട് തോൽപ്പിക്കുന്നതല്ല ബുദ്ധി, ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് ഞെക്കിക്കൊല്ലുന്നതിന് പകരം നക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതാണ് ബുദ്ധി എന്ന് കപടൻ മനസ്സിലാക്കി. അങ്ങനെയാണ് അബ്ദുല്ലാഹി ബിൻ ഉബൈ സലൂല് ഇസ്ലാമിന്റെ ആളായി നബി സല്ലല്ലാഹു തങ്ങളുടെ സ്വന്തക്കാരനായി ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവൻ ഓരോ സന്ദർഭത്തിലും ഇസ്ലാമിനെതിരെയുള്ള ഓരോ ആയുധങ്ങൾ അവൻ പണിയുകയും അത് മൂർച്ച കൂട്ടിവെക്കുകയും ചെയ്തു. പക്ഷെ ഒന്നും അല്ലാഹു തആല വിജയിപ്പിച്ചു കൊടുത്തില്ല. എല്ലാത്തിലും ആത്യന്തികമായി അവൻ പരാജയപ്പെട്ടു എന്നാണ് അല്ലാഹു തആല ഇവിടെ ഉണർത്തുന്നത്. തുടർന്ന് അല്ലാഹു പറഞ്ഞു, വമിൻഹും മയ്യഖൂൽ, ആ കപടന്മാരുടെ കൂട്ടത്തിലുള്ള ചിലർ അവർ പറയും, ഇതല്ലീ നബിയെ, എനിക്ക് യുദ്ധത്തിന് വരാതിരിക്കാൻ സമ്മതം തരണം, എന്റെ വീട്ടിൽ തന്നെ ഇരിക്കാൻ സമ്മതം തരണം, തബൂക്കിലേക്ക് വരാതിരിക്കാനുള്ള പെർമിഷൻ തരണം, വരാ തഫ്തിന്നി, നിങ്ങൾ കുഴപ്പത്തിലാക്കരുത്, നിങ്ങളെ കൂടെ പുറപ്പെട്ടിട്ട് എന്നെ കുഴപ്പത്തിലാക്കരുത്. ഇതാര വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ജദ്ദ് ബിൻ ഖൈസ് എന്ന് പറയുന്ന ഒരു കപട നേതാവുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ സലൂലിനെ പോലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ്. അദ്ദേഹം അവരുടെ ബനൂ സലമ ഗോത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായി അറിയപ്പെട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ ജദ്ദ് ബിൻ ഖൈസേ, ഇതാ നമ്മൾ ബനുൽ അസ്ഫർ ഗോത്രവുമായി അഥവാ റോമക്കാരുമായി നമ്മൾ പോരാട്ടത്തിന് പോവുകയാണ്, അവ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ എന്ന് ചോദിച്ചു. അവ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തഅ്ദിനുലി വലാ തഫ്തനി, എനിക്ക് വരാതിരിക്കാൻ സമ്മതം തന്നൂടെ, എന്നെ തങ്ങൾ കുഴപ്പത്തിലാക്കരുത്. എന്താ? അപ്പൊ വല്ലാഹി ലഖദ് അറഫ ഖൗമി, എന്റെ ജനങ്ങൾക്കൊക്കെ അറിയാം, ഞാന് ഈ വെള്ളക്കാരികളായിട്ടുള്ള സ്ത്രീകളെ കണ്ടാൽ എനിക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റൂല, ഞാൻ അവരെന്തെങ്കിലുമൊക്കെ കയ്യേറ്റം ചെയ്തു പോകും, അവരോട് ഞാൻ മോശമായി പെരുമാറും. അപ്പൊ തങ്ങളുടെ സംഘത്തിന് തന്നെ അതൊരു നാണക്കേടായി മാറും. എനിക്ക് അവരെ കണ്ടാൽ അവരെ പീഡിപ്പിക്കാതിരിക്കാൻ കഴിയൂല. അതുകൊണ്ട് എന്നെ കുഴപ്പത്തിലാക്കരുത്, എന്നെ യുദ്ധത്തിൽ നിന്ന് പോകാതിരിക്കാൻ സമ്മതിക്കണം. വാസ്തവത്തിൽ വെള്ളക്കാരികളെ കണ്ടാൽ തനിക്ക് ഇളക്കം വരും എന്നതുകൊണ്ട് സതുദ്ദേശത്തോടെ അവൻ സമ്മതം ചോദിച്ചതല്ല. ഉള്ളിന്റെ ഉള്ളിലുള്ളത് അവിടെ പോരാട്ടത്തിന് പോയിട്ട് അഥവാ മരിച്ചുപോയാലോ എന്നുള്ള പേടി കൊണ്ടാണ് ഈ ഭീരു എന്ത് ചെയ്യണത്, ഇങ്ങനൊരു ദുർന്യായം, ഈ ഒരു സത്യവിരുദ്ധമായിട്ടുള്ള ന്യായം പറയണത് നബി സല്ലല്ലാഹു നിങ്ങളുടെ മുന്നിൽ. അള്ളാഹുവിന്റെ റസൂൽ എന്നാ ശരി നിങ്ങൾ വരണ്ട എന്നെന്താക്കുകയും ചെയ്തു, സമ്മതം കൊടുക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത്, വമിൻഹും മയ്യഖൂലു, അവരുടെ കൂട്ടത്തിൽ പറയുന്ന ചിലരുണ്ട്, ഇതല്ലി, എനിക്ക് യുദ്ധത്തിന് വരാതിരിക്കാൻ സമ്മതം തരണം നബിയെ, വലാ തഫ്തിന്നി, എന്നെ കുഴപ്പത്തിലാക്കരുത്. അതായത് വന്നാൽ ഞാൻ പെണ്ണുങ്ങളെ കയറി പിടിച്ചു എന്നർത്ഥം. അലാഫിൽ ഫിത്നത്തി സഖത്തു എന്നാൽ കുഴപ്പത്തിലാക്കരുത് എന്ന് പറഞ്ഞതിന് പടച്ചോന്റെ മറുപടി എന്താ? അല അറിയണം, ഫിൽ ഫിത്നത്തി, കുഴപ്പത്തിൽ തന്നെയാണ് സഖത്തു അവർ വീണ് കിടക്കുന്നത്. അതായത് ഒരു സ്ത്രീയോട് അഭിനിവേശം തോന്നുക എന്നതിനേക്കാളും ഗൗരവമുള്ള കുഴപ്പമാണ് വിശ്വാസമില്ലാണ്ടായി പോവുക, കുഫറിൽ വീണു പോവുക എന്നുള്ളത്. അതേപോലെ തന്നെ കാപട്യത്തിൽ വീണു പോവുക എന്നുള്ളത്. ആ കുഴപ്പത്തിൽ ഓൾറെഡി വീണ് കിടക്കുകയാണല്ലോ ഇവർ. വഇന്ന ജഹന്നമ ലമുഹീതത്തും ബിൽ കാഫിരീൻ, നിശ്ചയം ജഹന്നം എന്ന നരകം അവിശ്വാസികളെ വലയം ചെയ്തിരിക്കുകയാണ്. അഥവാ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ മുന്നിൽ യാതൊരു മാർഗവുമില്ല എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. എന്നിട്ട് കപടന്മാരുടെ മറ്റൊരു ദുഷ്ടരാക്ക് പറയാണ്, അല്ലാഹു ഇൻ തുസിബക ഹസനത്തുൻ, നബിയെ തങ്ങൾക്ക് വല്ല നന്മയും വന്നാൽ, അതായത് തങ്ങൾക്ക് വല്ല നന്മയും വന്നാൽ, അതായത് മുസ്ലിമീങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു, അവർക്ക് ഗനീമത്ത് സ്വത്ത് ലഭിച്ചു, ഇങ്ങനെയുള്ള സന്തോഷത്തിന്റെ വല്ല സംഗതികളും വന്നാൽ തസുഉഹും, ഈ കപടന്മാരെ അത് വേദനിപ്പിക്കും, അവർക്ക് വലിയ പ്രയാസമുണ്ടാകും. മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി, അവർക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടി, ശത്രുക്കളെ അവർ പരാജയപ്പെടുത്തി
എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സഹാബത്തിന് സന്തോഷം ഉണ്ടാകണ, റസൂലുള്ളാഹിക്ക് സന്തോഷം ഉണ്ടാകണ, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വലിയ ആവേശം നൽകുന്ന വല്ല ഗുഡ് ന്യൂസുകളും വന്നാൽ അത് കപടന്മാരെ വല്ലാതെ വേദനിപ്പിക്കും. ഇവരാണല്ലോ വിജയിച്ചത്. വാസ്തവത്തിൽ ഈ കപടന്മാരും ആരൊപ്പാ നിൽക്കണ്? ഞങ്ങൾ മുസ്ലിമാനാ പറയണത്, പക്ഷെ ചോറിവിടെയും കൂറവിടെയും എന്ന് പറഞ്ഞ നിലപാടാണ് അവർക്കുള്ളത്. അതേസമയത്ത് വൈൻ തുസിബുക്ക മുസീബത്തും, തങ്ങൾക്ക് വല്ല പ്രയാസവും ബാധിച്ചാലോ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറെ ആളുകളങ്ങ് യുദ്ധത്തിൽ രക്തസാക്ഷികളായിപ്പോയി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടായി, അങ്ങനെ പ്രയാസങ്ങൾ ബാധിച്ചാൽ യഖൂലു, കപടന്മാര് പറയും, ഖദ് അഖദ്നാ അംറനാ മിൻ ഖബൽ, ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ കൈക്കലാക്കി. അതായത് ഞങ്ങൾ നേരത്തെ ഞങ്ങളെ സേഫ്റ്റി നോക്കി, ഞങ്ങൾ യുദ്ധത്തിന് പോയില്ലല്ലോ. ഇവ പോയവർക്ക് എന്തുണ്ടായിപ്പോ? കുറെ എണ്ണം മരിച്ചു വീണില്ലേ, പരാജയം ഏറ്റുവാങ്ങിയില്ലേ എന്നൊക്കെ അവരെന്താക്കും? അവരിങ്ങനെ പറയുമ്പോ എത്തവല്ലവർ പിന്തിരിയും, വഹും ഫരിഹൂൻ, സന്തോഷിച്ചുകൊണ്ട്. അങ്ങനെ തന്നെ വേണം മുസ്ലിമീങ്ങൾക്ക് എന്ന് ഇസ്ലാമിന്റെ, ഞങ്ങൾ മുസ്ലിങ്ങളാന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ കപടന്മാർ അങ്ങനെ പറയും. മുസ്ലിമീങ്ങൾക്ക് വല്ല വിഷമം വന്നാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് മാറും. എന്നാൽ നോക്കൂ, അതിന് അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഇത് പ്രത്യേകിച്ച് ഉഹദ് യുദ്ധത്തിലൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായത്. ഉഹദിൽ 70 മുസ്ലിമീങ്ങൾ രക്തസാക്ഷികളായി, ധാരാളം ആളുകൾക്ക് വലിയ പരിക്കുകൾ പറ്റി. അങ്ങനെ യുദ്ധക്കളത്തിൽ ഒരു ചെറിയ പ്രയാസം മുസ്ലിമീങ്ങൾക്ക് നേരിട്ടപ്പോ ആ വഴിയിൽ നിന്ന് തിരിച്ചു പോകുന്നില്ലേ അബ്ദുല്ലാഹി ബിൻ ഉബൈ സലൂലിന്റെ നേതൃത്വത്തിൽ 300 ആളുകൾ, ആ 300 ആളുകളും അതേപോലെ അവരുടെ നേതാവായ ഈ അബ്ദുല്ലാഹി ബിൻ സലൂലും അടക്കം അവർ മദീനത്ത് നിന്ന് ഇങ്ങനെ വല്ലാത്ത വർത്താനം പറയാണ്. ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം, അതുകൊണ്ടല്ലേ ഞങ്ങളെ യുദ്ധത്തിന് കൂടാതെ തിരിച്ചു പോകുന്നത്. ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് അവർക്കും തിരിച്ചു വന്നാൽ മതിയായിരുന്നു. ഇപ്പൊ എന്തുണ്ടായി? 70 ആളുകൾ പോയില്ലേ, കുറെ ആളുകളുടെ ശരീരത്തിന് മുറിവുകൾ പറ്റിയില്ലേ, വലിയ തിരിച്ചടികൾ ഉണ്ടായില്ലേ, ഇതൊക്കെ നേരത്തെ കണ്ടവരാണ് ഞങ്ങള് എന്നവർ അഭിമാനം പറഞ്ഞു. എന്നാൽ ഇങ്ങനെ പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ ആത്മവീര്യം തകർക്കാൻ ശ്രമിക്കുന്ന ഈ കപടന്മാർക്ക് ഉരുളക്കുപ്പേരി പോലെ അല്ലാഹു തആല മറുപടി കൊടുക്കാൻ മുസ്ലിമീങ്ങളോട് പറയാനെന്ത്? കുൽ നബിയെ തങ്ങൾ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് നിശ്ചയിച്ചതല്ലാത്ത ഒന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ സംരക്ഷകൻ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തു നടക്കണം, അത് അനുകൂലമോ പ്രതികൂലമോ എന്തോ ആവട്ടെ, ആ നടക്കണമെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണതെല്ലാം അല്ലാഹു നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അല്ലാഹുവിലേക്ക് അഭയം പ്രാപിക്കുന്നു. അവനോട് ഞങ്ങൾ ഞങ്ങളുടെ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങളെ വിഷമത്തിന്റെ കാര്യം ഞങ്ങൾ പടച്ചവനോട് പറഞ്ഞോളാം. അവൻ ഞങ്ങളുടെ സംരക്ഷകനാണ്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അല്ലാഹുവിന്റെ മേലിൽ മാത്രം സത്യവിശ്വാസികൾ ബരമേൽപ്പിക്കട്ടെ. ഞങ്ങൾ അല്ലാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കുന്നു, ഞങ്ങൾക്ക് അവൻ മതിയായവനാണ്, ഞങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം അവൻ തരും. ഇടക്കൊക്കെ യുദ്ധക്കളത്തിൽ ഒരു പരാജയം അല്ലെങ്കിൽ തിരിച്ചടി എന്ന് പറയുന്നത് അത് ആവശ്യം തന്നെയല്ലേ? അടുത്ത തവണ വർദ്ധിത വീര്യത്തോടെ ഇസ്ലാമിനെ തകർക്കാനെന്ന പേരിൽ വന്നിട്ട് വലിയ പരാജയം വാങ്ങി തിരിച്ചു പോകാൻ അവർക്കൊരവസരം ഉണ്ടാണെങ്കിൽ ഇടക്കൊക്കെ അവർക്കും എന്ത് ചെയ്യണ്ടേ? ഒരു വിജയമൊക്കെ കിട്ടണ്ടേ? അത്രയായിട്ടേ ഞങ്ങളിത് കാണുന്നുള്ളൂ എന്ന് അവരോട് പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഖുർആൻ നിർദ്ദേശിച്ചു. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാൽ അള്ളാഹു ഇപ്പൊ കണക്കാക്കിയത് അതാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കാൻ തയ്യാറാവണം. അല്ലാതെ ഞാൻ ഇതിൽ നിൽക്കണില്ല, എനിക്ക് ഇസ്ലാം വേണ്ട, ഇസ്ലാമും അടുത്തു എന്ന് പറയുന്ന ശൈലിയല്ല മുസ്ലിം സ്വീകരിക്കേണ്ടത്. പ്രയാസം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും അത് രണ്ടും നൽകുന്നവൻ അള്ളാഹുവാണ്. പ്രയാസം ഉണ്ടായാൽ ക്ഷമിക്കണം, സന്തോഷം ഉണ്ടായാൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തണം. ഇതാണ് വിശ്വാസിയുടെ ഡ്യൂട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് മുസ്ലിമീങ്ങളോട് ഒരു കാര്യവും കൂടെ അള്ളാഹു പറയാണ്, അല്ല കപടന്മാരെ, അവിശ്വാസികളെ നിങ്ങളെന്ത് മനസ്സിലാക്കുന്നത്? ഖുൽ നബിയെ തങ്ങൾ പറയൂ, ഹൽ തറബ്ബസൂന ബിനാ ഇല്ലാ ഇഹ്ദൽ ഹുസ്നൈൻ, ഞങ്ങളിൽ രണ്ടാലൊരു നന്മയല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങളിപ്പോ യുദ്ധത്തിന് പോയി, യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് തന്നെയല്ലേ നേട്ടം ചങ്ങാതിമാരെ? എന്താണ് ഞങ്ങൾ രണ്ടാലൊരു നന്മയല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ടോന്ന് വെച്ചാൽ, ഒന്നുകിൽ ഞങ്ങൾക്ക് അള്ളാഹു രക്തസാക്ഷിത്വം തരും, അങ്ങനെയാണെങ്കിൽ പാരത്രിക ജീവിതം സേഫായി, അല്ലെങ്കിൽ ശത്രുവിനെതിരെ വിജയം തരും, എങ്കിൽ ദുനിയാവിനും സന്തോഷമായി അല്ലേ? ഈ രണ്ടിലൊന്നല്ലേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ തോൽക്കും അല്ലെങ്കിൽ ജയിക്കും. ജയിച്ചാലും തോറ്റാലും ഞങ്ങൾക്ക് കൂടാണ്. ഇവിടെ ഞങ്ങൾ തോറ്റാൽ ആഖിറത്തിലെ വലിയ വിജയത്തിനുള്ള വേദി ഒരുക്കപ്പെട്ടു. ഇനി ഇവിടെ ജയിച്ചാലും ഇവിടെ സന്തോഷിക്കാനുള്ള വകുപ്പായി. അതുകൊണ്ട് ഈ രണ്ടാലൊരു നന്മയെ ഞങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതേസമയത്ത് വനഹന തറബസുബിക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താ? അയ്യുസീബക്കുമുല്ലാഹു ബിഅദാബിൻ മിൻ ഇൻദിഹി, അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ്, ഒരു ശിക്ഷ നിങ്ങൾക്ക് വരലിനെയാണ്. ഔ ബിഐദിനാലെ, ഞങ്ങളുടെ കയ്യിലൂടെ, അതായത് നിങ്ങളെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു ഞങ്ങൾക്ക് നിർദ്ദേശം തരികയോ അല്ലെങ്കിൽ അള്ളാഹു തആല മുൻകാലത്ത് നിഷേധികൾക്ക് കൊടുത്ത പോലത്തെ വല്ല ശിക്ഷയും നിങ്ങൾക്ക് തരുകയോ ചെയ്ത്
നിങ്ങളെ പരാജയപ്പെടുത്തലിനല്ലാതെ ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല. അതുകൊണ്ട് ഫതറബ്ബസു, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോളൂ, ഇന്നാ മഅക്കും മുതറബ്ബിസു, ഞങ്ങൾ നിങ്ങളൊപ്പം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ അള്ളാഹു തആല നിർദ്ദേശിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ ഉഹദിൽ തോറ്റു എന്ന് പറഞ്ഞ് നിങ്ങൾ ആഘോഷിക്കേണ്ട. ഞങ്ങൾ തോറ്റാലും ജയിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആഖിറത്തിന് വിജയത്തിന്റെ വഴികൾ സജീവമാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണത്. അത് തിരിച്ചറിയുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞാൽ ആഘോഷിച്ചിട്ട് എന്ത് കാര്യമാണ്, ഞങ്ങൾക്ക് നേട്ടം തന്നെയാണ് എന്നാണ് മഹാന്മാരായ സഹാബത്ത് പറയുന്നത്. അള്ളാഹു അവരുടെ ബർക്കത്തുണ്ട് നമ്മളെ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.